എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളും അവയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളുമാണ്. PSC പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് വർത്തമാന പത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണെന്ന് നോക്കാം. ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെടുന്ന പത്രം ബംഗാൾ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ച ഇംഗ്ലീഷുകാരനാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യൻ പത്രങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നതും ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചതുമൂലം 1782 ബംഗാൾ ഗസറ്റിനെ നിരോധിച്ചു. അപ്പോൾ ബംഗാൾ ഗസറ്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1780 ജനുവരി 29 കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെടുന്ന പത്രം ബംഗാൾ ഗസറ്റാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ച ഇംഗ്ലീഷുകാരൻ. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചതുമൂലം 1782 ബംഗാൾ ഗസറ്റിനെ നിരോധിച്ചു. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ പത്രമാണ് ദി ഇന്ത്യ ഗസറ്റ്. ആദ്യം പറഞ്ഞത് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ പത്രമാണ് ദി ഇന്ത്യ ഗസറ്റ്. ഇന്ത്യ ഗസറ്റ് ആരംഭിച്ച വർഷമാണ് 1780. ബംഗാൾ ഗസറ്റും 1780 സ്റ്റാർട്ട് ചെയ്തത്. അത് ജനുവരി 29 ഇന്ത്യ ഗസറ്റ് പുറത്തിറക്കിയത് 2 പേര് ചേർന്നാണ്, ബെർണാഡ് മെസ്സിനക്കും പീറ്റർ റീഡും. ഇന്ത്യ ഗസറ്റ് പുറത്തിറക്കിയ വ്യക്തികളാണ് ബെർണാഡ് മെസ്സിനക്, പീറ്റർ റീഡ് എന്നിവർ. കൽക്കട്ട പബ്ലിക് അഡ്വൈസർ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണ് ഇന്ത്യ ഗസറ്റ്. ദ ഇന്ത്യ ഗസറ്റാണ് കൽക്കട്ട പബ്ലിക് അഡ്വൈസർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ബംഗാൾ ഗസറ്റിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ദി ഇന്ത്യ ഗസറ്റ്. അപ്പോൾ ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ദി ഇന്ത്യ ഗസറ്റ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പത്രം ദി ഇന്ത്യ ഗസറ്റ്. ഇന്ത്യ ഗസറ്റ് ആരംഭിച്ച വർഷം 1780. ഇന്ത്യ ഗസറ്റ് പുറത്തിറക്കിയത് 2 പേർ ചേർന്നാണ്, ബെർണാഡ് മെസ്സിനക്, പീറ്റർ റീഡ്. കൽക്കട്ട പബ്ലിക് അഡ്വൈസർ എന്നറിയപ്പെടുന്ന പത്രം ദി ഇന്ത്യ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ദി ഇന്ത്യ ഗസറ്റ്. ഇനി ആദ്യകാല പ്രസിദ്ധീകരണങ്ങളും വർഷവും നോക്കാം. ദി കൽക്കട്ട ഗസറ്റ് 1784 പ്രസിദ്ധീകരിച്ചത്. ദ ബംഗാൾ ജേണൽ 1785. മദ്രാസ് കൊറിയർ 1785. ദ കൽക്കട്ട അമ്യൂസ്മെൻറ്റ് 1785. ദ കൽക്കട്ട ക്രോണിക്കിൾ 1786. ബോംബെ ഹെറാൾഡ് 1789. ഹുർക്കാരു 1793. ഏഷ്യാറ്റിക് മിറർ 1794. അപ്പോൾ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളും വർഷവുമാണ് പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. ദ കൽക്കട്ട ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് 1784. ദ ബംഗാൾ ജേണൽ 1785. മദ്രാസ് കൊറിയർ 1785. കൽക്കട്ട അമ്യൂസ്മെൻറ്റ് 1785. ദി കൽക്കട്ട ക്രോണിക്കിൾ 1786. ബോംബെ ഹെറാൾഡ് 1789. ഹുർക്കാരു 1793. ഏഷ്യാറ്റിക് മിറർ 1794. ഇനി അടുത്ത പത്രമാണ് ബോംബെ സമാചാർ. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ. ബോംബെ സമാചാർ ആരംഭിച്ചത് ഫർദൂൻജി മർസ്ബാൻ എന്ന വ്യക്തിയാണ്. 1822 ബോംബെ സമാചാർ ആരംഭിച്ചത്. ബോംബെ സമാചാർ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഗുജറാത്തിയാണ്. ബോംബെ സമാചാർ ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ്. ബോംബെ സമാചാർ ആരംഭിച്ചത് ഫർദൂൻജി മർസ്ബാനാണ്. ഇത് പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഗുജറാത്തിയാണ്. ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രമാണ്
സമാചാർ ദർപ്പൺ. ഇത് ബംഗാളി ഭാഷയിൽ 1818 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് മദ്രാസ് മെയിൽ. 1868 മദ്രാസ് മെയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ചരമവാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രമാണ് മദ്രാസ് മെയിൽ. ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം സമാചാർ ദർപ്പൺ. ഇത് ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം 1868 പുറത്തിറങ്ങിയ മദ്രാസ് മെയിലാണ്. ഗാന്ധിജിയുടെ ചരമവാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രവും മദ്രാസ് മെയിലാണ്. ഇനി ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്തിയ വർഷം 1823. 1823 ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് മെറ്റ്കാഫ് ആണ്. 1835 പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ചാൾസ് മെറ്റ്കാഫ് നീക്കം ചെയ്തത്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ പത്രങ്ങളുടെ മുദ്രാവാക്യമായിരുന്നത് എതിർക്കുക, എതിർക്കുക, വീണ്ടും എതിർക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കം ചെയ്തത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലും ചാൾസ് മെറ്റ്കാഫ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ പത്രങ്ങളുടെ മുദ്രാവാക്യം എതിർക്കുക, എതിർക്കുക, വീണ്ടും എതിർക്കുക എന്നതായിരുന്നു. പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം, അതായത് വെർണാക്കുലർ പ്രസ് ആക്ട്. ഇത് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പത്രനിയമമാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വർഷം 1878. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ വർത്തമാന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ബംഗാളാണ്. പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്രനിയമം അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് ആണ്. ഇനി രാജാറാം മോഹറോയിയും പത്രങ്ങളും. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹറോയിയാണ്. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയും രാജാറാം മോഹറോയിയാണ്. ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹറോയി. രാജാറാം മോഹറോയിയെ ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ബ്രാഹ്മണിക്കൽ മാഗസിൻ ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹറോയിയാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന പേരിൽ ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹറോയി. ഇനി ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ പത്രം ദി ബംഗാൾ ഗസറ്റ്. 1816 കൊൽക്കത്തയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1816 സ്റ്റാർട്ട് ചെയ്ത ദ ബംഗാൾ ഗസറ്റാണ് ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ പത്രം. രാജാറാം മോഹറോയിയുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായ ഗംഗാധർ ഭട്ടാചാർജി എന്ന അധ്യാപകൻ്റെ ഉടമസ്ഥതയിലാണ് ദി ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. രാജാറാം മോഹറോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹറോയി ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം. ഇനി രാജാറാം മോഹറോയ് പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. രാജാറാം മോഹറോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബറും ആണ്. ഇനി അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നാണ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്ന് അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചു. പ്രഭാതം പൊട്ടിവിടർന്നു, മേഘാവൃതമെങ്കിലും പ്രസന്നമായ സൂര്യോദയം ഉടനുണ്ടാകും എന്ന്
ഇന്ത്യ സ്വാതന്ത്ര്യയായ ദിനത്തിൽ മുഖപത്രം എഴുതിയ പത്രമാണ് അമൃത് ബസാർ പത്രിക. എന്താണ്? പ്രഭാതം പൊട്ടി വിടർന്നു മേഘാവൃതമെങ്കിലും പ്രസന്നമായ സൂര്യോദയം ഉടനുണ്ടാകുമെന്ന് ഇന്ത്യ സ്വതന്ത്രയായ ദിനത്തിൽ മുഖപത്രം എഴുതിയ പത്രം അമൃത് ബസാർ പത്രികയാണ്. ഇത് സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവർ ചേർന്നാണ്. ഇനി മറാത്തയും കേസരിയും. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. 1881 ബാലഗംഗാധര തിലകനാണ് മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത്. മറാത്ത പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ് ഭാഷയിലാണ്. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്തി ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ബാലഗംഗാധര തിലകൻ 1881 പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് മറാത്ത, കേസരി എന്നിവ. മറാത്ത ഇംഗ്ലീഷിലും കേസരി മറാത്തിയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. പടിഞ്ഞാറേ ഇന്ത്യയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന പത്രമാണ് മറാത്ത. പടിഞ്ഞാറേ ഇന്ത്യയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന പത്രമാണ് മറാത്ത. ഇനി മഹാത്മാഗാന്ധിയും പത്രങ്ങളും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഹരിജൻ ബന്ധു, ഹരിജൻ സേവക് എന്നിവ. ഇതിൽ യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ ഇംഗ്ലീഷിലും നവജീവൻ, ഹരിജൻ ബന്ധു എന്നിവ ഗുജറാത്തി ഭാഷയിലും ഹരിജൻ സേവക് ഹിന്ദിയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജി ആരിൽ നിന്നാണ് യങ് ഇന്ത്യ പത്രം ഏറ്റെടുത്തത്? ജനംദാസ് ദോരക്ദാസിൽ നിന്നാണ് ഗാന്ധിജി യങ് ഇന്ത്യ പത്രം ഏറ്റെടുത്തത്. യങ് ഇന്ത്യയുടെ ഗുജറാത്തി പകർപ്പാണ് നവജീവൻ. യങ് ഇന്ത്യയുടെ ഗുജറാത്തി പകർപ്പാണ് നവജീവൻ. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ള പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1938 ലക്നൌവിലാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡിൻ്റെ ഉറുദു പതിപ്പാണ് ക്വാമി ആവാസ്. നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് 1938 ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡിൻ്റെ ഉറുദു പതിപ്പാണ് ക്വാമി ആവാസ്. ഇനി നെക്സ്റ്റ് പത്രമാണ് ദ ഹിന്ദുസ്ഥാൻ ടൈംസ്. ദി ഹിന്ദുസ്ഥാൻ ടൈംസ്. ഡൽഹിയിൽ നിന്നുള്ള ആദ്യ പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ദി ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ആദ്യ പത്രാധിപരാണ് KM പണിക്കർ. ഡൽഹിയിൽ നിന്നുള്ള ആദ്യ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ്. ഇതിൻ്റെ പത്രാധിപർ KM പണിക്കരാണ്. നെക്സ്റ്റ് ദ സ്റ്റേറ്റ്സ്മാൻ. ദ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രം ആരംഭിച്ചത് റോബർട്ട് നൈറ്റ് ആണ്. 1875 കൊൽക്കത്തയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ സ്റ്റേറ്റ്സ്മാൻ. റോബർട്ട് നൈറ്റ് ആണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പത്രമാണ് ദി സ്റ്റേറ്റ്സ്മാൻ. ഏതാണ്? ദി സ്റ്റേറ്റ്സ്മാൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പത്രം. ഇംഗ്ലീഷുകാരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്കാർ ഏറ്റെടുത്ത് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്നതുമായ പത്രമാണ് ദി സ്റ്റേറ്റ്സ്മാൻ. ഇംഗ്ലീഷുകാരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്കാർ ഏറ്റെടുത്ത് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്നതുമായ പത്രമാണ് ദി സ്റ്റേറ്റ്സ്മാൻ. ഇനി നെക്സ്റ്റ് പത്രം നോക്കാം. അൽ ഹിലാൽ. അൽ ഹിലാൽ സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്. അൽ ഹിലാൽ പ്രസിദ്ധീകരിച്ചത് 1912 കൽക്കട്ടയിൽ നിന്നാണ്. ഉറുദു ഭാഷയിലാണ് അൽ ഹിലാൽ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്ഥാപിച്ചത്. ഇത് 1912 കൽക്കട്ടയിൽ നിന്നും ഉറുദു ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്. ഇനി നെക്സ്റ്റ് ദ ഹിന്ദു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷൻ പത്രമാണ് ദ ഹിന്ദു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷൻ പത്രമാണ് ദി ഹിന്ദു. 1878 ദി ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത്.
GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവർ ചേർന്ന് 1878 ചെന്നൈയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് ദി ഹിന്ദു. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നീ 3 പേർ ചേർന്ന് 1878 ചെന്നൈയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് ദ ഹിന്ദു. ജിന്നയുടെ ഡോൺ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ്. അപ്പോൾ ജിന്ന പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോൺ പത്രമാണ്. ഇതിൻ്റെ പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ്. ഇന്ത്യയിൽ ആദ്യമായി പ്രതിദിന രാഷ്ട്രീയ പംക്തി എഴുതി തുടങ്ങിയ പത്രപ്രവർത്തകനാണ് പോത്തൻ ജോസഫ്. പ്രതിദിന രാഷ്ട്രീയ പംക്തി ഇന്ത്യയിൽ ആദ്യമായി എഴുതി തുടങ്ങിയ പത്രപ്രവർത്തകൻ പോത്തൻ ജോസഫാണ്. ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന പംക്തി എഴുതിയതും പോത്തൻ ജോസഫാണ്. ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന പംക്തി എഴുതിയതും പോത്തൻ ജോസഫാണ്. മലയാളിയായ ജോർജ് ജോസഫ് പത്രാധിപരായിരുന്ന പത്രങ്ങളാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, മോത്തിലാൽ നെഹ്റുവിൻ്റെ ദി ഇൻഡിപെൻഡൻ്റ് എന്നിവ. മലയാളിയായ ജോർജ് ജോസഫ് പത്രാധിപരായിരുന്ന പത്രങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, മോത്തിലാൽ നെഹ്റുവിൻ്റെ ദി ഇൻഡിപെൻഡൻസ് എന്നിവ. ഇനി നമുക്ക് ദേശീയ സമരകാലത്തെ ചില പത്രങ്ങളും അവയുടെ നേതാക്കളെയും പരിചയപ്പെടാം. ഹിന്ദു, സ്വദേശിമിത്രം ഇത് രണ്ടും ജി സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിൽ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് ഇവർ 2 പേരും ചേർന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് അമൃത് ബസാർ പത്രിക. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. സോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാ ഗാന്ധി. അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം, ലാല ലജ്പത് റായ്. നേഷൻസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നുകൂടെ നോക്കാം. ഹിന്ദു, സ്വദേശിമിത്രം എന്നിവ ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത് ബസാർ പത്രിക 2 പേർ ചേർന്നാണ് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഇനി ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാനാണ് പ്രസിദ്ധീകരിച്ചത്. കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ്. ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ് ആരംഭിച്ചത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇനി സോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ്. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാ ഗാന്ധി. അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം, ലാല ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒഡീഷയാണ്. സംസ്ഥാനം ഒഡീഷ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഉത്തർപ്രദേശും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രം പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഒഡീഷയും ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഹിന്ദി. ഇന്ത്യൻ ഭരണഘടനയിൽ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന വകുപ്പ് 19 1A ആണ്. ഭരണഘടനയിലെ 19-ാം വകുപ്പിലെ 1A എന്നുള്ള ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ ധനകാര്യ പത്രമാണ് ഇക്കണോമിക്സ് ടൈംസ്. ഇന്ത്യയിലെ ആദ്യ ധനകാര്യ പത്രം ഇക്കണോമിക് ടൈംസ്. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. 1838 സ്റ്റാർട്ട് ചെയ്ത ടൈംസ് ഓഫ് ഇന്ത്യയാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രവും ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇന്ത്യൻ പത്രം ദൈനിക് ജാഗരൺ. ഹിന്ദിയിലാണിത് പ്രസിദ്ധീകരിച്ചത്.
ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇത് ആരംഭിച്ചത് 2002-ലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇന്ത്യൻ പത്രം ദൈനിക് ജാഗരൺ. അത് ഹിന്ദി ഭാഷയിലും. ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പേപ്പർ 2002-ൽ പ്രസിദ്ധീകരിച്ച ഫിനാൻഷ്യൽ എക്സ്പ്രസ്സുമാണ്. അപ്പോൾ ഇന്ന് വർത്തമാന പത്രങ്ങളെക്കുറിച്ചുള്ള പോയിൻറ്റ്സാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. പഴയ കാലത്തെ വർത്തമാന പത്രങ്ങളുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.